മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്നു. മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. സൗന്ദരി, പ്രിയ എന്നിവരുടെ കടകളിലാണ് മോഷ്ടാക്കൾ കയറിയത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ മാത്രം ഇവിടെ 3 തവണ മോഷണം നടന്നതായി വ്യാപാരികൾ പറയുന്നു. 50,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വിവിധ വസ്തുക്കൾ ഇരു കടകളിൽ നിന്നുമായി മോഷ്ടാക്കൾ കവർന്നു. இன்னைக்கு மொத்த சாதனை உள்ள இந்த 50,000 சாதம் உபயோகிச்சு நீர் வச்சிருந்த சாதம் மொத்தம் விட்டுட்டாங்க. நாங்களும் போலீஸில் பல வருஷம் கம்ப்ளைண்ட் பண்ணி மறுத்து போயிட்டோம். இதுக்கு ஒரு நல்ல ஒரு நடவடிக்கை எடுத்து சொல்லணும் ഗവൺമെന്റ് കേട്ട് சொல்லி. ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു. പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കുറേ കാലങ്ങളായിട്ട് ഒരു 5-8 കൊല്ലമായിട്ട് ഈ സീസൺ സമയത്തിലൊക്കെ ഈ കച്ചവടക്കാരുടെ ഒത്തിരി കഷ്ടപ്പാട് പെട്ടും ബ്ലേഡ് മേടിച്ചും സ്വർണം പണയം വെച്ചും ഇങ്ങനെ വെച്ചാണ് ഈ കടകൾ നടത്തി പോകുന്നത്. ജീവിതമാർഗം കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഈ സീസൺ സമയത്തിൽ എവിടെന്നെങ്കിലും ഇരുന്ന് കടം മേടിച്ച് ഈ കടയിൽ സാധനം മേടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ അത് ഈ കള്ളന്മാർ കട്ടുകൊണ്ട് പോകുന്നത് സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ പോലീസിന് കുറച്ച് ദിവസമായിട്ട് ഈ 8 മാസത്തിനുള്ളിൽ തന്നെ 5 പ്രാവശ്യം ഈ കടകൾ മോഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്, ദേവികുളം സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തിരുന്ന് വന്നിട്ടില്ല. ഒരു അന്വേഷണം പോലും ഇവിടെ വരെ പോലീസ് വന്ന് നടത്തിയിട്ടില്ല. തുടർച്ചയായി മോഷണം നടന്നിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും വേണ്ട ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന പരാതി വ്യാപാരികൾക്കുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.